ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പോട്ട് ഹോൾഡറാണ്. 2 ടൈപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു ചെറിയ അളവിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വീതി 7.5 ഇഞ്ചാണ്. ഒരു റൗണ്ടിന് വേണ്ടി ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ഇപ്പോൾ 7.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. ഇപ്പോൾ കോട്ടൺ ക്ലോത്ത് തന്നെ ഉപയോഗിക്കുക നിങ്ങൾ. ഇപ്പോൾ ചൂടുള്ള പാത്രം പിടിക്കാനായതുകൊണ്ട് തന്നെ കോട്ടൺ തന്നെ ഉപയോഗിക്കണം. ഇനി നമുക്ക് ആ റൗണ്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ പുതിയ തുണി തന്നെ വേണമെന്നില്ല. പഴയ നൈറ്റിയുടെയോ ചുരിദാറിൻ്റെയോ പഴയ ഏതുതരം ക്ലോത്തും കോട്ടൺ ക്ലോത്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിന് മെയിൻ ഫാബ്രിക്കായിട്ട് 4 പീസാണുള്ളത്. ഇപ്പോൾ ഒരു കട്ടിക്ക് വേണ്ടി ഒരു പഴയ ടവലിൻ്റെയും കൂടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ടോട്ടൽ 7 പീസാണുള്ളത്. അപ്പോൾ നമുക്ക് ടവലിൻ്റെ കട്ടിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടവലിൻ്റെ പീസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ 5 പീസായാലും മതിയാകും. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇത് ടവലിൻ്റെ 2 പീസും മെയിൻ ഫാബ്രിക്ക് മാത്രമേ ഉള്ളൂ. ടോട്ടൽ 4 പീസാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് സ്ട്രെയിറ്റോ ചരിച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് 2 ചരിച്ച് 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഗ്രീന് ഇത് ഒരു സൈഡ് മാത്രമേ ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാലൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഏതെങ്കിലും ഒരു പീസ് എടുത്ത് 2ആയിട്ടൊന്ന് മടക്കിയതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റാനാണ്. നിങ്ങൾ കട്ട് ചെയ്യാതെ തന്നെ വരച്ചു കൊടുത്താലും മതി. നേർപകുതിയായിട്ട് കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാനൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിങ് കൊടുക്കണം കട്ട് ചെയ്ത ഭാഗത്ത്. നമ്മൾ ആഹാരമൊക്കെ പാകം ചെയ്യുമ്പോൾ നമുക്ക് ചൂട് പാത്രങ്ങൾ പിടിക്കാനൊക്കെ നമുക്ക് ഒരു കൈ കൊണ്ട് ചിലപ്പോൾ തേങ്ങ വറുക്കുമ്പോഴായാലും ഒരു കൈ കൊണ്ട് നമ്മൾ ഇളക്കുന്നു, ഒരു കൈ കൊണ്ട് പിടിക്കുന്നു. അപ്പോൾ അതിൻ്റെ പിടിയിൽ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സപ്പോർട്ടിന് വേണ്ടി നമുക്ക് ഇതുപോലെ കോട്ടൺ ചെയ്ത് വെച്ചാൽ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാപ്പ് വെക്കാൻ 5.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ വലിയ പീസിനെ 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ നേർപകുതിക്ക് മുകൾ ഭാഗത്ത് ഇത് ഫോൾഡിങ് വെച്ച് ഉള്ളിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത വശം പൈപ്പിംഗ് കൊടുത്ത ഭാഗം മിഡിൽ ഭാഗത്ത് വയ്ക്കണം. 2 പീസും പൈപ്പിംഗ് വശം 2ഉം ചേർത്ത് മിഡിൽ ഭാഗത്ത് വരണം. എന്നിട്ട് ആ റൗണ്ട് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല വശങ്ങൾ 2 ചേർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നല്ല വശത്തേക്കാക്കാം. അപ്പോൾ നമ്മൾ നല്ല വശത്തേക്കാക്കി കഴിഞ്ഞു. നല്ല ക്യൂട്ടാണ്, നല്ല കട്ടിയുമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് നല്ല ഉപകാരമാണ്. ചൂടുള്ള പാത്രങ്ങൾ, എത്ര ചൂടുള്ള പാത്രങ്ങൾ നമുക്കിതുകൊണ്ട് പിടിക്കുകയോ വാങ്ങി വെക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയില്ലേ? കുറച്ച് സമയം കൊണ്ട് നമ്മൾക്ക് പഴയ തുണിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ജോഡിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ഓരോന്നും പിന്നെ പഴകുമ്പോൾ നമുക്ക് വേറെ പുതിയത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതിയാകും. എത്ര നീറ്റായിട്ടുണ്ട്. ഇനി അടുത്തൊരു സ്ക്വയർ ഷേപ്പാണ്. ഇപ്പോൾ 8 ഇഞ്ച് വീതിയിൽ 8 ഇഞ്ച് നീളത്തിലുമാണ് 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കട്ടി കുറവായതുകൊണ്ട് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്.
ഇതിന് ഞാൻ കോട്ടനാണ് വയ്ക്കുന്നത്. ഇത് റോളായിട്ട് വരുന്നതാണ്. അത് ലെയറായിട്ട് നമ്മുടെ തിക്നെസ് അനുസരിച്ചുള്ളത് ഇളക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് പകരം ലൈനിങ്ങിൻ്റെയോ ബ്ലൗസ് പീസിൻ്റെയോ ഏതുതരം കോട്ടൺ തുണി നിങ്ങൾക്ക് ഉള്ളിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു പഴയ പില്ലോയുടെ ആയിരുന്നു. അതങ്ങനെ ഞാൻ എടുത്തതാണ്. ഇത് ചൂടുപാത്രം പിടിക്കുന്നതിനൊക്കെ ഇത് നല്ലതാണ്. ഇതിന് പകരം ക്ലോത്തും വയ്ക്കാവുന്നതാണ്. ശേഷം നല്ല വശം രണ്ട് മുകളിൽ വരത്തക്ക വിധം വെച്ചതിന് ശേഷം 4 വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് കട്ട് ചെയ്യുക. ഇനി നമ്മൾക്ക് പൈപ്പിംഗ് വെക്കണം. ഇതിന് സ്ട്രെയിറ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വശത്തിൻ്റെ പകുതിക്ക് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് വേണം നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വയ്ക്കണം. അതിനു മുന്നേ ആ കോർണർ ഒരു കർവ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയതിന് ശേഷം നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് കോർണറൊക്കെ നല്ല രീതിയിലാക്കിയതിന് ശേഷം 2 പ്രാവശ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഞാൻ കോർണർ ടു കോർണർ ഒരു 3 വര കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ കോർണർ ടു കോർണർ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്ട്രെയിറ്റോ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇതിനൊരു ചെറിയ സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്. എന്നിട്ട് 2ആയിട്ട് മടക്കി വയ്ക്കും. അപ്പോൾ ഞാൻ ഈ സെൻറ്ററിൽ മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ സ്റ്റീലിൻ്റെ ആയാലും ചീനിച്ചട്ടിയും സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ അയണിൻ്റെയോ ഒക്കെ ആയാലും നമുക്ക് ഇതേപോലെയുള്ള പിടിച്ചൂട് നമ്മൾ പാകം ചെയ്യുമ്പോൾ ചൂട് ആവുമ്പോൾ നമ്മൾക്ക് ഇതേപോലെ ചെയ്തു വെച്ചാൽ ഇപ്പം നമ്മൾക്ക് ഒരു കൈ കൊണ്ട് നമ്മൾക്ക് ഇതിലൊന്ന് പാത്രത്തിന് ഒന്ന് പിടിക്കണം സപ്പോർട്ടായിട്ട്. അന്നേരം ചൂടുള്ളതാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഹോൾഡർ ചെയ്ത് വെച്ചാൽ കോട്ടൺ ക്ലോത്തിൽ ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ചെറിയ അളവിൽ ചെയ്ത് വെച്ചാൽ മതിയാകും. ഇതിപ്പോൾ ജസ്റ്റ് ഞാനിന്ന് കാണിക്കുകയാണ്. ഇത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണിത്. ഇത് 5 ഇഞ്ചാണ് ഇതിൻ്റെ. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതിയാകും. അപ്പോൾ ഇത് 2 എണ്ണമാണ് ഞാൻ ഒരേ രീതിയിൽ ജോഡിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ മെഷീനില്ലാത്തവർക്ക് കൈത്തയ്യലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നീളമുള്ള നീഡിൽ കിട്ടും. അതിൽ കട്ടിയുള്ള നൂലിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണിത്. ഇല്ലെങ്കിൽ ഇത് എണ്ണം കൂട്ടിയെടുത്താൽ മതി ഇഴാൻ. എന്ത് ഭംഗിയാണ് കാണാൻ. നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണിത്. ഓക്കെ, താങ്ക് യു.